ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണല്ലോ കേട്ടോ. നല്ല മൊത്തത്തിൽ മൂടിക്കെട്ടിങ്ങനെ നിൽക്കുകയാണ്. നല്ല മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴയുടെ ഇടയിൽ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ. നിങ്ങൾ ആരും എണീറ്റ് ഓടല്ലേ, ഇത് നിങ്ങൾ കേൾക്കേണ്ട പാട്ട് തന്നെയാണ്. അപ്പം മാള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി പാട്ട് ഇപ്പോൾ പാടാൻ പോകണേ. ആ പാട്ട് നിങ്ങൾ കേട്ട് നോക്കിയിട്ടാ, കേട്ടാൽ എന്തായാലും നിങ്ങൾ ഷെയറും ചെയ്യും. അത് എനിക്ക് തോന്നുന്നില്ല ഒരു ഷെയർ ചെയ്യും. ഇത് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം പാടാൻ കഴിവുള്ളവരാണ്, അത് വിനിയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ പോവുകയാണ്. നന്നായിട്ടുണ്ട്. കാരണം എനിക്കൊരുപാട് അനുഭവമുള്ളതല്ലേ, ഞാൻ നേരെ ഓടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് പാട്ട് ഏതായാലും കേട്ട് നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് ആ പാട്ട്, നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കൊണ്ടിട്ടാണ്. അപ്പോൾ ആദ്യമായി ഈ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്, പാടും. അപ്പൊ മനസ്സിന് ശല്യം ചെയ്യണ്. എന്താ പാട്ട് പാടുമാളോ? പാട്ട് പിന്നെ നമുക്ക് പഠിച്ചോനെ, നമ്മളെ പാട്ട് പാടുന്ന ആൾക്കാർക്കല്ലേ എന്നും പാട്ട് കിട്ടില്ലേ? ഞാൻ അങ്ങനെ പാട്ട് പാടും. നമുക്ക് ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ തരുന്നതാണ്. ഒക്കെ ഒന്നാണ്. അള്ളാഹ് എന്ന് പറഞ്ഞ അറബി, ദൈവം എന്ന് പറഞ്ഞ മലയാളം. നമ്മൾ മലയാളികളല്ലേ. അപ്പോൾ നമുക്ക് അള്ളാഹു അല്ലെങ്കിൽ ദൈവം എല്ലാം നമുക്ക് ഓരോരോ കഴിവുകൾ നമുക്ക് തരുന്നതാണ്. അത് നമ്മൾ വേണ്ടത്ര വിനിയോഗിക്കാഞ്ഞാലാണ് ഉള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ, കാരണം ഞങ്ങൾ പൊതുവെ ഇങ്ങനെ ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ പാട്ട് കേൾക്കുക, അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പാടുമ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇത് ഇവരെ നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിച്ചാലോ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ പാടി അതുകൊണ്ട് നമ്മളെ ചാനൽ കട്ടാവും. എല്ലാം സബ്സ്ക്രൈബ് ചെയ്തവർ മുഴുവൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും അല്ലേ? അതല്ലേ പറഞ്ഞേ? ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളെ ഈ ചാനൽ കൂട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. നമ്മളെ നമ്മളെ ഈ ചാനൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, അത് നിങ്ങളായിട്ട് പൂട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാടുന്നില്ല. കാരണം പാടാറിയില്ല, എന്താ ചെയ്യാ, ബുദ്ധിമുട്ടാണ് പാട്ട് ഇടാന്ന് പറഞ്ഞാൽ എല്ലാരും മുന്നില്. ഞാൻ ഒറ്റക്ക് പാടണ വായിക്കല്ല, പാട്ടാടുന്നത് രണ്ട് വരി ഊരിയിടാലും ഞാൻ പാട്ടാടും കാണാൻ പാടില്ല. ഞാൻ ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ പാട്ടാടുള്ളൂ. മുന്നിൽ നമ്മൾ രണ്ടുപേരല്ലോ, വേറെ ആവില്ലല്ലോ. നിങ്ങളെ മുന്നിൽ തന്നെ പാട്ടാടില്ല. ഞാൻ ഉറങ്ങിയിരിക്കണില്ല പാട്ട് കേട്ടിട്ട്. അപ്പൊ ഗൈസ്, മാളു ഇതാ ഏതാനും നിമിഷങ്ങൾക്കും പാട്ട് പാടാൻ പോണേ. ആപ്പുണ്ട്, അതെ, അതിലിങ്ങനെ പാടി പോസ്റ്റ് ചെയ്യും. നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. ഇങ്ങളെ കേൾപ്പിക്കണം തോന്നി അതുകൊണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശമില്ല. പുറത്ത് കിടൂല അല്ല. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഒരു രണ്ട് വരി പ്ലീസ്. ഭയങ്കര ബുദ്ധിമുട്ട് സത്യം പറയണേ. പ്ലീസ്. ഓക്കെ, അപ്പൊ പാടാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുഷ് പണിയുണ്ട്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അറിയണൊരു പാട്ട് പാടാട്ടാ. ഞാൻ വന്ന അന്ന് മുതൽ 19 കൊല്ലമായി തുടങ്ങി ഒരു പാട്ടാടി ഞാൻ പാടൂല. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാടാന്നല്ലാതെ നേരത്തെ പറഞ്ഞയക്കില്ല, ഞാൻ പാടൂല. എന്താ ഒരു പാട്ട് പാടിത്തരുന്ന ആഗ്രഹമല്ലേ? എന്താണ് ആ കാലമിനി വരികില്ല, ആരാവുമിനി പുലരില്ല, ഇവിടെ ചൊന്ന എൻ്റെ കലാലയമോ ഇനി എന്നിൽ തിരികെ അണയില്ല, പ്രണയം പകർന്ന ഇടവഴികളും. ഇതാ പോണേ പൊന്നുട്ടി സ്കൂളിട്ട് പോയി. ഇതെങ്ങനെ ക്ലാസ്സിൽ മൊത്തം വള്ളം? എങ്ങനെ ക്ലാസ്സിന് മൊത്തം വള്ളായി? എല്ലാരും കുട്ടിക്കാണ് വയസ്സക്ക് വെള്ളം ഒഴിച്ചു. അത് രഹസ്യം. വോട്ട് ചെയ്തതാ കാണില്ലല്ലോ. ഇതാ ക്യാമറ കുടിച്ച് ചോപ്പൊരു കുഞ്ഞു. ആർക്കെ വോട്ട് ചെയ്തേ? അതല്ല, ആർക്കെ വോട്ട് ചെയ്തേ? കബീറാ ഇഷ്ടാ? അല്ല, കബീറിന് വോട്ട് ചെയ്ത മുട്ടായി കിട്ടുമല്ലോ. അതിനാ അല്ല, അപ്പൊ കബീറിന് പെൺകുട്ടികളാരില്ല സ്ഥാനാർത്ഥികള്. അപ്പൊ ഓക്ക് ചെയ്യണ്ടടാ, പെൺകുട്ടിയൊക്കെയല്ലേ ചെയ്യണ്ടേ? അല്ലല്ലോ, പെൺകുട്ടിയൊക്കെയല്ലേ ചെയ്യണ്ടി.
രണ്ട് കബീർ തോറ്റാ രണ്ട് പെൺകുട്ടിക്ക് ആ. 3 ആ. ആ. പിന്നെ രണ്ട് പെൺകുട്ടിക്ക് 7 ആ. ആ. പിന്നെ ലേബലിയെ മറ്റേ ശിരോധീജൻ തോന്നി ആ. അതിന് 28 ആ. ആര് ജയിച്ച് കബീറിന് 53. കബീർ ജയിച്ച് കബീർ ജയിച്ചപ്പോ ചുരുക്കി പറഞ്ഞാല് ഇന്നലെ തന്നെ പറഞ്ഞാണ് കബീർ ജയിച്ചു. അപ്പൊ ഗൈസ് പൊന്നു പറയുന്നത് എന്താ വെച്ചാൽ ഇന്ന് സ്കൂളിലെ ലീഡർ തിരഞ്ഞെടുക്കുന്ന വോട്ട് ചെയ്യുന്നത്. വോട്ട് അപ്പൊ കബീർ ആണ് ജയിച്ചിക്കണെന്ന് പറഞ്ഞില്ലേ? കബീർ ജയിച്ചാല് എന്താണ് മഞ്ചിട്ടില്ല മഞ്ചിട്ടു. പിന്നെ എന്തൊക്കെയാ പക്ഷെ അത് സംഭവം? നിയമവിരുദ്ധല്ല. മഞ്ചൊക്കെ തന്നാണ് വോട്ട് ചെയ്യിക്കണത്. അത് ശരിയല്ലല്ലോ. ശരിയാ? അപ്പൊ ഏതായാലും മഞ്ച് കിട്ടി. ഇനി നാളെ സെറ്റ് എന്താണ് പ്രകടനം വോട്ടില് ജയിച്ച പ്രകടനമൊക്കെ വേണം. അതൊക്കെ ഉണ്ടാ പ്രകടനമൊക്കെ ഉണ്ടാവും. പ്രകടനം ഘോഷയാത്ര ഉണ്ട്. നമ്മളിവിടെ UDF ജയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മേൽക്ക് പടക്കം പൊടിക്കലും ഇതൊക്കെ ആക്കെ ഉണ്ടാവോ നാളെ? അതൊന്നുമില്ല. കുഞ്ഞു വോട്ടാണ്. അപ്പൊ ഏതായാലും കബീർ ജയിച്ചിക്കണെന്നാണ് പറയണത്. കബീറിന് പിന്നെന്തട്ടി ഒരു ചക്കനിയെ മഞ്ചിയെ കുത്തി കുത്തി ചാപ്പിച്ചു. അല്ല കബീർ എത്രാം ക്ലാസ്സിലാ? കബീർ കബീറോ ആ. 4ാം ക്ലാസ്. അപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കബീറാണ് വിജയിച്ചിരിക്കുന്നത് പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവന്റെ സ്കൂൾ ലീഡറിനുള്ള കബീറിന് 1000 വിജയാശംസകൾ. ഇന്നലെ തന്നെ പറഞ്ഞിങ്ങനെ ഞാൻ കബീറിനെ വോട്ട് ചെയ്യുള്ളൂ. കബീർ ജയിച്ചാൽ എന്തൊക്കെയോ ഓഫറുകളുണ്ട്. മഞ്ചുമുട്ടായി ഉണ്ട്. ഇന്നലെ 2 പീട്ടിയോ എന്താണ് 4 പീട്ടി 4 ദിവസം കളിച്ചാൻ വിടുന്നേ ഓ ജയിച്ചാല്. പിന്നെന്താ പാട്ടേ ചീത്ത അറിയണ്ട. പാട്ട് പാടി ചോദിച്ചു നോക്ക് പാട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പൊ നല്ല അടിപൊളിയായി പാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളിയായി പാടുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ പാടുമ്പോ ഒരു ഇതുണ്ട് മനസ്സിൽ പാടണമൊക്കെ റെഡിയാണ്. പക്ഷെ പുറത്തേക്ക് വരുമ്പോഴാണ് അതിന്റെ കോലം മാറണ അറിയില്ലേ? അതേപോലെയാണ്. പക്ഷെ എനിക്ക് പാട്ടൊന്നും അറിയില്ല. എങ്കിലും കേട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ പാടലുണ്ട്. ഞാൻ എന്റെ എന്താ പറയാ ഫ്രണ്ട്സുകളെ ഞങ്ങളുടെ സ്കൂളത്തെ ഗ്രൂപ്പ് ഉണ്ട്. അതില് ചിലപ്പോ ചില നേരത്തെ വരുന്ന റെഡി ഒരു പാട്ടാടാറുണ്ട്. എന്റെ കൂട്ടുകാരികളുണ്ട് 2-3 ഓലൊക്കെ നല്ല അടിപൊളിയായി പാടും. മനിഷ അഫ്സ അവരൊക്കെ നല്ല അടിപൊളിയായി പാടും. അതിന്റെ കൂടെ ഞാനും പാട്ടടിക്കണ വോയിസ്. അപ്പൊ അവരൊക്കെ പറയും നല്ല അടിപൊളിയാക്കണം. നമുക്ക് മറ്റുള്ളവർ പറയുമ്പോഴല്ലേ അതിന്റെ രസം. ഞാൻ നല്ലപോലെ പാടുന്നുണ്ട്. ആരും കേൾക്കണില്ലല്ലോ. ഒരാള് പറയുമ്പോഴല്ലേ അതിന്റെ രസമുള്ളൂ. അപ്പൊ പാടും. അല്ലാതെ ഞാന് ഇവിടെ ഇങ്ങനെ ഒരു പാട്ട് കേട്ടാൽ അതിന്റെ കൂടെ ഞാൻ അടിപൊളിയായിട്ട് പാടും. ഒരു പാട്ട് ഇങ്ങനെ കേൾക്കും. നമ്മളിങ്ങനെ ഒരു പാട്ട് ഇട്ടാൽ അതിന്റെ കൂടെ ഞാൻ പാടും. പക്ഷെ ഇന്നിപ്പോ എന്താന്നറിയില്ല, എനിക്ക് പാടാൻ പറയുമ്പോ എത്രയായിട്ട് ശരിയാവുന്നത് മാത്രമല്ല സൗണ്ടിന് കിച്ചിക്കിച്ചൊക്കെ ഉണ്ട്. ജലദോഷമുണ്ട്. ഞാൻ എത്ര പാടിക്കണ പാട്ട് ഇങ്ങനെ പാടുന്നത്. അഭിപ്രായം നിറയെ ഉണ്ടാവും. നല്ല കമന്റുകൾ. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൊണ്ട് ഇത് കൊറേ ദിവസങ്ങൾ പറിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞ കേൾക്കൂല. ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഇന്ന് ലാസ്റ്റിനോട് ദേഷ്യപ്പെട്ടപ്പോ എനിക്ക് കലാരംഗത്ത് ഭയങ്കര താല്പര്യമാണ് ഗൈസ്. അതായത് പാട്ടായാലും എന്തെങ്കിലും ആക്ടിങ് ആയാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പാടുമ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കേൾപ്പിക്കാൻ തോന്നി. ഞാൻ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസമായിട്ടുള്ളൂ. അന്ന് എനിക്ക് തന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഒരു അടിച്ചു വരികയാണെങ്കിലും തുടക്കുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യണോ എനിക്ക് പാട്ടിടാതെ ഞാനൊരു പണിയെടുക്കൂല. അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് പാട്ടിടാന്ന് തോന്നും. പിന്നെ മാറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ പാട്ടിട്ടിട്ടല്ലാതെ ഞാൻ തുടക്കൂല. ചെറുപ്പം മുതലേ ഉള്ളതാണ്. പാട്ട് അവിടെ ഓണാക്കി വെക്കും. എന്നിട്ട് ഞാൻ അടിച്ചു വരലും തുടക്കലും ഒക്കെ എല്ലാ പണിയും ചെയ്യുള്ളൂ അല്ലേ? ഇമ്മ എന്നിട്ട് ചീത്ത അറിഞ്ഞില്ലേ? അല്ലേ? പഴയ ആൾക്കാരല്ലേ, ഉമ്മാക്ക് പറ്റൂല. ഇമ്മ എന്താ വെച്ചാ പാട്ടല്ലേ ഓൽക്കൊക്കെ വയല് അങ്ങനത്തെ ഒക്കെ അല്ലേ. നമ്മള് പാട്ട് മേടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഓൽക്ക് ഇഷ്ടാവില്ലല്ലോ. ഞാനാ ചെയ്ത നേരം പാട്ടേ വിടുള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ ഇടും. അതിന്റെ കൂടെ പാടി ഒരു ദിവസം റൂമിലിരിക്കുമ്പോള് അന്നെന്താ പുലിവാൽ കല്യാണത്തെ പാട്ടില്ലേ പാട്ട് പാടി അടിപൊളിയായിട്ട് വന്നു. എന്നോട് പറഞ്ഞു എന്ത് രസാടി എന്റെ പാട്ട് കേൾക്കാന്. എന്താ കറക്റ്റ് ആയിട്ട് പാടിയായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റിയിട്ടില്ല. എപ്പോഴും പറയണം എനിക്ക് തെറ്റിയിട്ട് വയ്ക്കോളൂ ഇവിടുന്ന്. അപ്പൊ അങ്ങനെ അന്ന് പാടി. പിന്നെ അതിന്റെ ശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ കുട്ടികൾക്ക് അറിയട്ടെ ഞാൻ എപ്പോഴും ഇവനൊക്കെ ഞാൻ പഠിപ്പിച്ചത്. ഇപ്പം 2 പാട്ട് ഞാൻ പഠിപ്പിക്കും. എന്റെ
ആങ്ങളിലൊക്കെ കാനക്കായ ആങ്ങളാരൊക്കെ നബിദിനത്തിന് പാട്ട് മൂത്തോന് ഇഷ്ടമല്ല അവൻ പാട്ട് പഠിച്ചു കാണാൻ നേരെ പള്ളിക്ക് പോയി കിടന്നുറങ്ങും നബിദിനത്തിന്റെ അന്ന്. ഒരുപാട് സമ്മാനമൊക്കെ കിട്ടിക്കണേ, പ്രോത്സാഹനമൊക്കെ അല്ലേ അവനക്ക് കുഞ്ഞാപ്പന്. പോനും അതേമാതിരി നല്ല പാട്ട് പാടും. ചെറിയ അനിയന് അടിപൊളിയായിട്ട് പാടും. ഓരോ മൂലരാൻ പഠിക്കണം. പിന്നെ ബാക്കിൽ ഒരു കുഞ്ഞു ഗായകനെ അടിപൊളിയായിട്ട് പാടും. പിന്നെ നമ്മളെ പൊന്നൂന് മദ്രസില് പാട്ട് മത്സരം ഉണ്ടായിരുന്നു. അതിൽ പെൺകുട്ടി നല്ല പാടി. ആൺകുട്ടികളതിൽ അവനക്ക് സെക്കൻഡ്, പെൺകുട്ടികളെ മിക്സ് ചെയ്യിക്കണ്ടാണ്. അപ്പൊ ഒരു കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി, ഓന് സെക്കൻഡ് ആയി. അവള് പാട്ടാടിയിട്ടില്ലെങ്കിൽ ഓൻ ജയിച്ചീന്ന്. ഓൻ പറയും ഓള് പാട്ടാടിയിട്ടില്ലെങ്കിൽ ഞാൻ ജയിച്ചീന്ന് പറഞ്ഞേ. ഞാൻ സെക്കൻഡ് ആണ്. സെക്കൻഡ് അല്ല, സമ്മാനൊക്കെ കിട്ടിയെന്നല്ലോ. അങ്ങനെ എന്തോ ഒരു കോമഡി ഇല്ലേ? എന്ത് അച്ഛാ എനിക്ക് സെക്കൻഡ് കിട്ടി മത്സരത്തില്. ആരൊക്കെ ഉണ്ടെന്ന് മത്സരത്തിൽ രണ്ടാളുള്ളൂ. അപ്പൊ ഓനക്ക് ഫസ്റ്റ് കിട്ടിയപ്പോ എനിക്ക് സെക്കൻഡ് കിട്ടി. അതേ മയക്ക് സെക്കൻഡ് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ ഞാൻ കേൾക്കുകയില്ല. അവർ കഥയില് പാടി ഒപ്പിച്ചതാണ്. അതന്നെ ഞാൻ കൊറേ പാടിയിട്ട് അതിൽ ഒന്ന് നല്ല എടുത്തതാണ് ഇപ്പൊ. ഇഷ്ടംപോലെ വീഡിയോ ഞാൻ പാടി ഫ്രീ ആയിട്ടിരിക്കുമ്പോ നല്ല പാട്ട് പാടിട്ട് വേറെ ഇപ്പൊ തൽക്കാലം ഇതിന്മേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയും. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പൊ കേടൊന്നിങ്ങനെ തന്നെ പറഞ്ഞാൽ മതിട്ടോ. നന്നായിക്കണ ആരും പറയരുത്. നന്നായിന്ന് പറഞ്ഞോട്ടെ. നന്നായിട്ടില്ല, നന്നായിട്ടില്ല എനിക്കറിയാം. നോക്കാം നമ്മളെ അതൊക്കെ സ്കൂളിട്ട് ഇന്നിപ്പോ എന്തേന്ന് കുഴപ്പം കുളിച്ചേക്കണ്. മഴ ഉണ്ടാണ്. സ്കൂളിൽ നിന്ന് വിളിച്ചതാണ്. മഴ ഉണ്ടിക്കാണ്ട് അല്ല, സ്പോർട്സിന് പോയിട്ട് അവിടെ കുളിച്ചെന്ന് പറഞ്ഞേ. അവിടുന്ന് വിളിച്ചിനാ. അപ്പൊ പറയും പക്ഷെ ഇവിടെ വെക്കണ കൈ വേദന. അപ്പൊ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ അവരെല്ലാം പറയാളേ നീനെ പറഞ്ഞാ നീനെ പാടും ചെയ്താൽ ശരിയാവോ? അല്ല, ഞാൻ പാടുന്ന പാട്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെടലുണ്ട്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പാട്ട് അപ്പൊ നിങ്ങള് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടാ. അപ്പൊ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോ കണ്ടുകാണാം. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.